രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ. ഇത്തം ഭവതിയോടൊക്കെ പറകെന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും. സന്തോഷമെത്രയുണ്ടായിതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു ജാനകീദേവിയും. ഗദ്ഗദവർണ്ണേന ചൊല്ലിനാളെന്തു ഞാൻ മർക്കടശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമെന്തെത്ര പാർക്കേണമിനിയും ശുചൈവ ഞാൻ. നേരത്തതിന്നു യോഗം വരുത്തേടു നീ, ധീരത്വമില്ലിനിയും പൊറുത്തിടുവാൻ. വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലീ ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായരുൾ ചെയ്താൻ. വിരയെ നീ ജാനകീദേവിയെ ചെന്നു വരുത്തുക, ദീനതയുണ്ടുപോൽ കാണായ്ക കൊണ്ടുമാം. സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേപാദ്യ ലങ്കാരമണിയിച്ചു ശില്പമായോരു ശിബികമേലാരോപ്യ മൽപുരോഭാഗേ വരുത്തുക സത്വരം. മാരുതി തന്നോടു കൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുഗ്ധാംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേര മുണ്ടാഴ്ചമഞ്ഞിതൊരു ഘോഷനിസ്വനം. വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകീദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്.